കാലം തന്നെ പതിയെ പതിയെ ഒഴുകിപ്പോകും പോലല്ലേ മനമേ മനമേ ലൈലിനാഴം പോലാനാണ് കുഴിയെ കണ്ടേ കണ്ടേ കൽവില്ലറവനമുട്ടായേ ഇൻസാനിലെ ലാവണ്യ കൊട്ടാരത്തിൽ കല്ലാൽ നിന്നെ ഹിജാബിൽ തുന്നിയതാരേ ഹിലാലിന്റെ മാനത്തെ വൈരക്കല്ലിൻ മുത്താലിന്റെ കിനാവ് കിലോക്കിയ ഹാലേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ നമ്മൾ അംബാസഡറിൻ്റെ ട്യൂട്ടോറിയൽ കാണിക്കാനാണ് പോയത്. നമുക്ക് ഇനി അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ അംബാസഡറിൻ്റെ ഉള്ളിലാണ്. നമ്മുടെ കൂടെ ഒരു യൂട്യൂബറിനും കൂടെയുണ്ട്. അതിനും യൂട്യൂബുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകാം. പിന്നെ എനിക്ക് 1 മില്യൺ സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ എൻ്റെ നിങ്ങൾക്ക് ഒരു സമ്മാനം തരാം. നമുക്ക് അംബാസഡറിനെ കുറിച്ച് പരിചയപ്പെടാം. വണ്ടി സ്റ്റാർട്ട് ആയതിന് മുമ്പ് ഇത്തിരി കാര്യങ്ങൾ നോക്കാണ്ട്. അപ്പം അംബാസഡറിൽ നമ്മളിപ്പോഴത്തെ കാർ പോലെ ഹാൻഡ് ബ്രേക്ക് ഒന്നുമില്ല. അപ്പം നമ്മൾ ബ്രേക്ക് ചവിട്ടിനെ ഉറപ്പാക്കണം. അങ്ങനെ ബ്രേക്ക് ചവിട്ടിനെ ഉറപ്പാക്കിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കുമല്ലിരിക്കുക ബാറ്ററിക്ക്. എന്നിട്ട് നമ്മൾ ന്യൂട്രലാണെന്ന് ഉറപ്പാക്കണം ട്രാൻസ്മിഷൻ. അങ്ങനെ ന്യൂട്രലാണെന്ന് ഉറപ്പാക്കിയിട്ട് ഒരു പ്രാവശ്യം കൂടി നമ്മൾ തിരിക്കുക താക്കോല്. ഒരു പ്രാവശ്യം തിരിക്കുമ്പോൾ നമ്മൾ എൻജിൻ ഓണാവും. അപ്പം ഞാൻ എൻജിൻ ഓണാക്കണില്ല. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മൾ തിരിച്ചതിനകത്ത് നമ്മൾ ക്ലച്ച് അമർത്തുക ബ്രേക്കിൻ്റെ കൂടെ. അങ്ങനെ ഉണ്ണിക്ക് നമ്മൾ ഇടുക. ഞാൻ ഇപ്പോൾ ഉണ്ണി ഇടുന്നില്ല. എനിക്ക് ഗിയർ തേപ്പിക്കണ്ട. അപ്പോൾ ഈ വണ്ടിൻ്റെ ഓണർ തന്നെ ഉണ്ണിക്ക് നീക്കുന്നുണ്ട്. അപ്പോൾ ഗിയർ ഒന്നിക്ക് ഇട്ട് അതിനകത്ത് നമ്മ ബ്രേക്ക് അങ്ങോട്ട് വിടുക. പിന്നെ ബ്രേക്ക് ഇത്തിരി സ്റ്റക്കാണ്. ബ്രേക്ക് ഇട്ടിട്ട് നമ്മ പടിയെ ക്ലച്ച് ഇടുക. പടിയെ അങ്ങനെ ക്ലച്ച് ഇട്ട് വണ്ടി അനങ്ങാണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മ പെട്ടെന്ന് കാർ ഓടിക്കുക. ആക്സിലേറ്റർ ചവിട്ടി. അങ്ങനെ നമ്മൾ വലിയ RP ആകുമ്പോൾ നമ്മൾ രണ്ടിക്ക് അങ്ങനെ അപ്പ് ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ ചെറിയ RP ആകുമ്പോൾ രണ്ടീനൊക്കെ ഉണ്ണിക്ക് അങ്ങനെ ഡൗൺ ഷിഫ്റ്റും ചെയ്യുക. പിന്നെ പൊക്കത്ത് നമ്മൾ കയറ്റുമ്പോൾ വേറെ രീതിയാണ് ഓടിക്കുക. പൊക്കത്തിൽ തുടങ്ങുമ്പോൾ ആദ്യം പോലെ തന്നെ നമ്മൾ ബ്രേക്ക് കുറിച്ച് ന്യൂട്രലാണ് ഉറപ്പാക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ണിക്കാക്കുക. പക്ഷേ ഈ സമയം നമ്മൾ ബ്രേക്ക് വീറുണ്ട. അങ്ങനെ നമ്മ പതിയെ അമർത്തനണ്ട് കൂടെ ബ്രേക്കും അടിയായി വിടുക. അങ്ങനെ വണ്ടി അനങ്ങനെ ഒരു ഫ്രീക്വൻസി ആകുമ്പോൾ ബ്രേക്ക് അങ്ങനെ അപ്പം തന്നെ വിടുക. അപ്പം തന്നെ ക്ലച്ച് വിട്ടത് ആക്സിലേറ്റർ അപ്പം തന്നെ പെട്ടെന്ന് നമ്മൾ ചവിട്ടണം ഫുള്ള്. എന്നിട്ട് അപ്പം തന്നെ പടി അങ്ങോട്ട് വിടുക. നമുക്ക് വേണ്ടത്ര തന്നെ അമർത്താൻ. പിന്നെ അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റൊക്കെ ഒന്നും അതേപോലെ തന്നെ മുമ്പ് പറഞ്ഞാൽ. അപ്പം അങ്ങനെയാണ് നമ്മൾ അംബാസഡർ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് താക്കോലിന് മര്യാദക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് എക്സ്ട്രാ ഒരു സ്റ്റാർട്ടർ സ്വിച്ച് ഉണ്ട് ഇവിടെ. അത് നമ്മൾ ഇവിടെ ഉണ്ടാവും ഈ സൈഡിൽ. അത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുക വണ്ടി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഓടിക്കുക. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കുക. പിന്നെ ഡാഷ്ബോർഡൊക്കെ നോക്കി ഓടിക്കണം. അതിൽ കുറേ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട് ഓയിലൊക്കെ. അപ്പോൾ ഇന്ന് എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ. ഈ കാറിൻ്റെ വിശേഷങ്ങൾ കഴിഞ്ഞു. നമുക്കിനി നമുക്ക് അടുത്ത വ്ളോഗുമായി പിന്നെയും കാണാം. ബൈ ബൈ.